ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിവേദിത, ഹാപ്പി ബർത്ത്ഡേ ടു യു. അവൾക്ക് ഇഷ്ടപ്പെട്ട കേക്കാണ്ട് മേടിച്ച് പാടൊക്കെ ഉണ്ട്. അവളെടുത്ത് അവളുടെ വായിലേക്ക് ഇട്ട് അതിന് ശേഷം ഞാൻ അവൾക്ക് കൊടുത്തു. പിന്നെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം നമ്മൾ പുറത്തൊക്കെ പിന്നെ ടീച്ചർമാരൊക്കെ ഉണ്ടാവില്ലേ ഉള്ള കാർട്ടൻസിലും പിന്നെ മിഠായിയും അവൾക്കുള്ള ഡ്രസ്സ്, മാല, പാദസരം, വള, തലയിലിടുന്നത്, അങ്ങനെ എല്ലാം നമ്മൾ മേടിച്ച് സെറ്റായി. അപ്പോൾ ബർത്ത്ഡേനെന്താ കണ്ട എല്ലാം ഇട്ട് സുന്ദരി കുട്ടിയായി ഞങ്ങൾ കോട്ടയിൽ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ഉത്സവം കൊടിയേറി ഒന്നാമത്തെ ദിവസമാണ്, 3 ദിവസമാണ് ഇവിടെ ഉത്സവം. അപ്പോൾ ഉത്സവമൊക്കെ അതിൻ്റെ ഇതായതുകൊണ്ട് എല്ലാം തിരക്കും നല്ല പന്തലും ഒക്കെ ഇട്ട് അമ്പലത്തിൽ നല്ല ഭംഗിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും മുന്നിൽ നടന്നു പോയി അവിടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട ലേറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്കിതൊന്നും ഇട്ട് തരാനൊന്നും കഴിയില്ല കേട്ടോ. കാരണം അമ്പലത്തിലൊരു സ്റ്റോൾ ഇട്ട കാര്യം ഞാൻ ലൈവിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നപ്പോൾ രാവിലെ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറുതായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷനുകളുടെ. കാരണം സ്റ്റോൾ ഇടുന്നതുകൊണ്ട് അവൾക്ക് രാവിലെ തന്നെ അമ്പലത്തിൽ കൊടുന്നു. രാവിലെ തന്നെ കേക്ക് മുറിച്ച് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്നത്. താഴത്തെ കോട്ടയുണ്ട്, താഴത്തെ കോട്ടത്ത് അയ്യപ്പനാണുള്ളത്. മേക്കോട്ടയിൽ മേക്കോട്ടമ്മി നടന്നു പോ. അപ്പോൾ രണ്ടുപേരും കൂടി ഓടിയിട്ട് ഇങ്ങനെ പോകുന്നത്. രാവിലെ ഏതോണ്ടെങ്കിലും സൂര്യൻ ഉദിച്ചിങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് താഴത്തെ കോട്ടയമ്പലം. അപ്പം അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു ഇതിലോടുകൂടി ഇതാക്കണം. അപ്പോൾ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് അമ്മനെയൊക്കെ അയ്യപ്പസ്വാമിനെയൊക്കെ തൊഴുത് താഴെ പോയി കുളമുണ്ട്. ഈ കുളത്തിലാണ് വേദക്കുട്ടി ആദ്യമൊക്കെ നീന്താനൊക്കെ വരും. അപ്പോൾ മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് നമുക്കുള്ളത് അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി കേട്ടു കുറേ പടികളൊക്കെ കണ്ടിട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേദക്കുട്ടി മുന്നിൽ നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പാടെ ഇവിടെയൊക്കെയാണ് നമുക്ക് ഭക്ഷണമൊക്കെ തരുന്നത്, ഊട്ടുപുര, പിന്നെ അതുപോലെ കളം വരിക്കലൊക്കെ വേദക്ക് ഇഷ്ടപ്പെട്ട ദോശയും ചൂടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവൾ കേക്ക് വന്നപ്പോൾ കണ്ടോ, കേക്ക് തുറക്കാൻ വേണ്ടി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അവൾ തന്നെ പറഞ്ഞിട്ട് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ നോക്കിയ സന്തോഷം, നോക്കിയ മുഖത്ത് എന്താ സന്തോഷം. ഇതല്ലേ നമുക്ക് വേണ്ടത്, മക്കൾക്ക് വേണ്ടിയിട്ട് ഇതല്ലേ കൊടുക്കാം. അപ്പോൾ അവൾ തന്നെ മൂത്താക്കുകയും ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ചെറിയൊരിളക്കമൊക്കെ സംഭവിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛമ്മൻ്റെ കൂടെയും കേക്ക് മുറിക്കുകയാണ്. മിഠായും ഇതൊക്കെ ഏട്ടനും അനിയത്തിയും കൂടി അടിപൊളിയായിട്ട് കഴിക്കുന്നത്. ബാർബിൻ്റെ അതിലുള്ള ലോലിപോപ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവരെടുത്ത് കഴിച്ചു. അങ്ങനെ നല്ല ഭംഗിയുള്ള ബാർബിയാണ്. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. കയ്യിലുള്ളത് കൊടുത്തു, അച്ഛമ്മൻ്റെയും കൊടുത്തു. ഇത് ആദ്യൻ്റെയാണ്. അപ്പോൾ ആദ്യൻ്റെ ആവാൻ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അവൾക്ക് തുറന്ന് കിട്ടുന്നില്ല കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാലുള്ള എക്സ്പ്രഷൻ നിങ്ങളൊന്ന് കണ്ടു നോക്കണ്ട. ആദ്യം അപ്പൂസിൻ്റെ ഒരു ചെയിനാണ് യൂണിഫോണും കുറച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബുക്കും പെൻസിലൊക്കെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും കളർ ബുക്ക് ബാർബി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പച്ചി ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നിവർത്തി നോക്കിയിട്ട് ഏട്ടൻ്റെ കാണുമ്പോൾ ചിരിയാണ്, നല്ല ചിരിയാണ്. അതിന് ലൈറ്റ് കത്തിക്കാനുണ്ട്. അപ്പോൾ ലൈറ്റ് കത്തിച്ചു കഴിഞ്ഞാലാണ് ചിരി കാണണമുള്ള ഉണ്ടാവോ ചിരി. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായത് അതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് ഒരു ദിവസം മാത്രം എടുത്തിട്ടുള്ളൂ, പിന്നീടൊന്നും എടുത്തിട്ടേ ഇല്ല. പിന്നെ അച്ഛൻ നോക്കുകയാണ്. അതിന് നിവർത്താതെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കണം. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ വേദിക്ക് കിട്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കേട്ടോ. ഈ ഗിഫ്റ്റുകളൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ വേദൻ്റെ സ്കൂൾ വെച്ച് അവിടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്കലൊന്നും ഇവിടെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ LKG UKG ഒക്കെ 2 പേർക്കും കൂടിയാണ് തോന്നുന്നു. അങ്ങനെ വേദ എല്ലാവർക്കും അത് ഓടി പോയി മിഠായി കൊടുക്കുന്നുണ്ട്. ഇത് UKG കുട്ടികളുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സി യു കൂട്ടുകാരെ. പിന്നീട് ഞാൻ വേറൊരു ഇതുമായിട്ട് വരുന്നതായിരിക്കും. അതുവരയ്ക്കും ടാറ്റ, ബൈ.